ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പദ്ധതികളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, PSC പരീക്ഷകളിൽ ഒരിക്കലും ഇമ്പോർട്ടൻസ് കുറയാത്തൊരു ടോപ്പിക്കാണ് പദ്ധതികളെന്ന് പറയുന്നത്. അതിപ്പോൾ കഴിഞ്ഞ ഏത് വർഷങ്ങളിൽ തുടങ്ങിയ പദ്ധതികളാണെങ്കിലും നമ്മൾ PSC എന്ത് ചെയ്യാറുണ്ട്, നമ്മളോടത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പദ്ധതികൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പം PSC പരീക്ഷകളിൽ നമ്മളോട് ചോദിക്കുന്ന ബെനിഫിഷ്യറീസിനെ കുറിച്ചാണ്. ആരാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താവായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് പദ്ധതികളെ കുറിച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാം അത് കാണുക. കൂടാതെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന പദ്ധതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തിടെ എന്തെങ്കിലുമൊക്കെ വാർത്താ പ്രാധാന്യമൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അധികം താമസിക്കാതെ തന്നെ നമ്മൾ ആ വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യും. അതുപോലെ തന്നെ എന്നെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ളൊരു പരാതിയായിരുന്നു ഞാൻ സ്ലൈഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നുള്ളത്. ആ ഒരു പ്രശ്നവും ഈ ഒരു വീഡിയോ നമുക്ക് പരിഹരിക്കാം. ഓക്കെ, അപ്പം പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഓരോ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്? നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, ചിലപ്പോൾ ആരോഗ്യപരമാവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമാവാം, അതല്ലെങ്കിൽ സാമൂഹ്യപരമാവാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരെ അവരുടെ ആ ഒരു പോരായ്മ ഓവർകം ചെയ്യാൻ സഹായിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരോഗ്യപരമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പദ്ധതി ഉണ്ടാവും, ധനസഹായങ്ങൾ കൊടുക്കുന്നുണ്ടാവും, ഇൻഷുറൻസ് പദ്ധതികളുണ്ടാവും. ഇനി അതല്ല, അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാനുള്ള പദ്ധതികളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് പദ്ധതികളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവാസികൾക്ക് മാത്രമായിട്ട് രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം, ഇവിടുന്ന് ജോലി തേടി വിദേശത്ത് പോകുന്ന അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇവർക്കുള്ള ഇൻഷുറൻസ്, ഇവർക്കൊരു പ്രീമിയം എമൗണ്ട് ഓരോ മാസം ഒരു വർഷത്തിലേക്ക് കണക്കാക്കി കൊടുത്തുകൊണ്ട് ഇവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നോർക്ക കെയർ എന്ന പദ്ധതി. അപ്പോൾ ഈ നോർക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട എന്തോന്നാണ് അല്ലേ. നമുക്കറിയാം, വിദേശത്ത് ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും അപകടത്തിൽപ്പെടുന്നവർ, അതല്ലെങ്കിൽ അവിടെ വെച്ച് മരണപ്പെടുന്നവർ, അവരുടെ ബോഡി തിരിച്ചു കൊണ്ടുവരാനാവുന്ന ചിലവുകൾ, ഇതൊക്കെ വഹിക്കുന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നോർക്ക കെയർ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നോർക്ക കെയർ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി മാത്രമായി തുടങ്ങുന്നതാണ്. മാത്രമല്ല, ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. അതായത് അവർക്ക് മാത്രം ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്, നമ്മുടെ ഒരു ഗവൺമെൻറ് ഇതിൽ പ്രവാസികൾക്ക് മാത്രമായിട്ട് നമ്മൾ ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നോർക്ക കെയർ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള പദ്ധതി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, കിടപ്പ് രോഗികളെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം നമ്മുടെ ആ ഒരു 4 ചുവരിനുള്ളിലായിരിക്കും അല്ലേ. അപ്പം അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയായിട്ട് മറ്റ് വലുതായിട്ട് അങ്ങനെ ഒരു ബന്ധങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ മാനസിക ഉല്ലാസം ഇല്ല, എപ്പോഴും ആ അസുഖമായിട്ട് തന്നെ എന്ത് ചെയ്യാണ്, അസുഖമായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള പോലെ ഒരു മാനസിക സന്തോഷമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ പരിചരണം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കെയർ കേരള എന്ന പദ്ധതി. കൂടുതൽ കെയർ ചെയ്യാൻ എന്ന് നമുക്ക് കണക്ട് ചെയ്തിടാം. കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കെയർ കേരള പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സംസ്ഥാന സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതി. ഇത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള പദ്ധതി, ഒത്തിരി വട്ടം PSC ചോദിച്ചിട്ടുള്ള പദ്ധതി അല്ലേ. അവയവദാനത്തിന് വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേരുമാറ്റം പോലെ വന്നിരിക്കുന്ന പേരാണ് KSOTO പദ്ധതി. ഇവിടെ ഞാൻ അതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. KSOTO മൃതസഞ്ജീവനി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. KSOTO മൃതസഞ്ജീവനി. അതായത് മൃതസഞ്ജീവനി എന്ന പേര് വളരെ പോപ്പുലർ ആയിട്ടുണ്ടല്ലേ. അപ്പം ഈ ഒരു പേരും കൂടി ചേർത്തിട്ടാണ് അവയവദാന പദ്ധതി പുതിയതായിട്ട് KSOTO എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. KSOTO മൃതസഞ്ജീവനി പദ്ധതി. അപ്പോൾ ഇത് മൃതസഞ്ജീവനി എന്നുള്ളത് വെച്ച് നമുക്ക് കണക്ട് ചെയ്തിടാം. ഇനി ഓപ്ഷൻസ് നോക്കുക. മൃതസഞ്ജീവനി മാത്രമേ ഉള്ളെങ്കിൽ മൃതസഞ്ജീവനി കൊടുക്കുക. മൃതസഞ്ജീവനി ഇല്ല, KSOTO ആണുള്ളതെങ്കിൽ KSOTO കൊടുക്കുക. ഇനി നോക്കിക്കേ, KSOTO എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ ഉണ്ട്. എക്സ്പാൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പക്ഷെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കാം. അതായത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നതാണ് KSOTOയുടെ ഫുൾ ഫോം. അതായത് കേരള KSOTO എന്ന് പറഞ്ഞാൽ
കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് ഇത് നടത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ മൃതസഞ്ജീവിനി കാണും, അതല്ലെങ്കിൽ കേസ് ഓട്ടോ എന്ന ഓപ്ഷനിൽ കാണും. അപ്പോൾ അതിനനുസരിച്ച് നോക്കി അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. മാറിപ്പോകരുത്. കേസ് ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൃതസഞ്ജീവിനി പദ്ധതി തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അപ്പം മേളിൽ നമ്മൾ പറഞ്ഞു, കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ കൂടുതൽ നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കെയർ കേരള എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ എന്താണ് വയോജനങ്ങൾ, ഒറ്റപ്പെട്ട വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഏകാന്ത ജീവിതത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് സല്ലാപം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പോലെ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ MSWൻ്റെ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഈ ഒരു നമ്മുടെ ഈ പറയുന്ന കേരള സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതികളുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരും അതേപോലെ തന്നെ വയോജനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അതായത് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ, അവർക്ക് തുറന്ന് സംസാരിക്കാൻ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ ടെക്നോളജിക്കലായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അതുവഴി അവരുടെ ഏകാന്തത അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അപ്പോൾ നമുക്കറിയാം, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെ കുറിച്ചാണല്ലേ ഈ ഒരു പദ്ധതിയുടെ പേര് പറയുന്നത് സല്ലാപം എന്ന് പറയുന്നത്. അതായത് വയോജനങ്ങളെ പുതിയ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പുതിയ തലമുറയായിട്ട് കണക്ട് ചെയ്യുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അവരുടെ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് അവർക്കൊരു മോചനം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അപ്പം പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നോർക്ക കെയർ എന്ന് പറയുന്ന പദ്ധതി. പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അല്ലെ പാലിയേറ്റീവ് കെയർ കൂടുതൽ കൊടുക്കാനുള്ള പദ്ധതിയാണ് കെയർ കേരള പദ്ധതി. അതേപോലെ തന്നെ അവയവദാനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേസ് ഓട്ടോ പദ്ധതി അല്ലെങ്കിൽ മൃതസഞ്ജീവനി പദ്ധതി. ഇനി വയോജനങ്ങളുടെ ഏകാന്തത മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സല്ലാപം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്ത പദ്ധതിയാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നമുക്കറിയാം, ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഈ പറയുന്ന പ്രസവ സമയത്ത് അല്ലെ അവരുടെ ഡെലിവറിയോടനുബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ജോലി വിടേണ്ടി വരും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയൊക്കെ ഒരു പരിധി വരെ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു സർക്കാർ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതൊരു സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും, അതായത് 6 മാസം വരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം 6 മാസം വരെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നമുക്കത് കണക്ട് ചെയ്തിടാനായിട്ട് നമ്മളെപ്പോഴാണ് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ വന്ദിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക, ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ എപ്പോഴാണ്? ഒന്നുകിൽ അവർ ക്യാരിങ് ആയിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ കുഞ്ഞായി അധികം ആവുന്നതിന് മുന്നേ ആണല്ലേ, ഒത്തിരി കാലമൊന്നും ആവുന്നതിന് മുമ്പെയാണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത് കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വന്ദിക്കുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏത് കാറ്റഗറി വരും? ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഉള്ള സാമ്പത്തിക സഹായമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ബെനിഫിഷ്യറീസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കണക്ട് ചെയ്തിട്ട് വീണ്ടും പറയുന്നത്. ഓക്കെ, ഇനി നോക്കി, കർണാടകയിൽ വീട് തോറുമുള്ള നേത്ര പരിശോധനയ്ക്കുള്ള സംരംഭമാണ് ആശാ കിരണ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഏത് സംസ്ഥാനത്തു നിന്നായിരിക്കും. പേര് കേൾക്കുമ്പം കേരളത്തിനോട് സാമ്യം, നമ്മുടെ ഒരു ഭാഷയോട് സാമ്യമുള്ള പേര് തന്നെയാണ്. പക്ഷേ ഇതെവിടെയാണ്? കർണാടകയിലാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വീട് തോറുമുള്ള നേത്ര പരിശോധനയും സൗജന്യ കണ്ണട വിതരണമൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം കർണാടകയിൽ നടന്ന വീട് തോറുമുള്ള നേത്ര പരിശോധന നടത്തിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആശാ കിരണ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ആശാ കിരണ പദ്ധതി. ഓക്കെ, ഇനി നോക്കിക്കേ, സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ ചൂഷണവും ബാലവേലയും ബാലഭിക്ഷാടനവും തടയുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശരണബാല്യം എന്ന പദ്ധതി. അത് ചൈൽഡ് ലേബർ ഒന്നും ഉണ്ടാവാതിരിക്കുക, അതേപോലെ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്നതിൽ നിന്നൊക്കെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പദ്ധതിയാണ് ശരണബാല്യം. ബാല്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. അപ്പം ശരണബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, അതായത് ചൂഷണത്തിനിരയാവാതെ, ബാലവേലയ്ക്കിരയാവാതെ, അതല്ലെങ്കിൽ ബാലഭിക്ഷാടനത്തിനിരയാവാതെ അവർക്കൊരു ശരണം കൊടുക്കുന്ന പദ്ധതിയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഏത്? ശരണബാല്യം പദ്ധതി എന്ന്
ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഉള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി. ആശാ കിരണ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കർണാടക സംസ്ഥാനത്താണ്. അതേപോലെ തന്നെ കുട്ടികളെ ചൂഷണത്തിൽ നിന്നും ബാലവേലയിൽ നിന്നും ഒക്കെ നമ്മൾ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത പദ്ധതിയാണ് ഏത്? ശരണബാല്യം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവൻ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവൻ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം നല്ല ഒരു പരിസ്ഥിതി ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പ് നന്നാവുള്ളൂ എന്നൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളായിട്ട് പോകുന്ന, അതായത് പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായി പോകുന്ന അമ്മമാർക്ക് ഒരു വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്നത്. അപ്പം നോക്കിക്കേ, ഇത് ജീവൻ പദ്ധതി എന്ന് പറയുന്നത് ഒരു പുതിയ ജീവനുമായി പോകുന്ന ആൾക്ക് മറ്റൊരു ജീവൻ നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതെന്താണ്? ഒരു മരത്തൈ, അതും ഒരു ജീവനാണല്ലോ. അപ്പം ജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയൊരു ജീവനുമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് സമ്മാനമായി തരുന്ന മറ്റൊരു ജീവൻ എന്ന് കണക്ട് ചെയ്തിടുക. അപ്പം മരം, വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് പദ്ധതി. അപ്പോൾ നോക്കി, ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നഗരങ്ങളിലൊക്കെ ഉള്ള ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരാണ് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. എന്താണ്? ഇവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉഷസ് എന്ന പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഉഷസ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതായത് ഉഷസ് കേന്ദ്രം എന്തിനാണ്? ആ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രം നമ്മൾ ഉപയോഗിക്കുന്നത് HIV പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. അതായത് എയ്ഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആ അസുഖം ബാധിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുന്നതിൽ നിന്നും എപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് ആ അസുഖം ഉണ്ടെന്നുള്ളത് ഒരു നാണക്കേട് പോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ അസുഖബാധിതരെ അങ്ങനെ നോക്കുന്ന ഒരു സമൂഹമാണ് മിക്കപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള മരുന്ന് വാങ്ങാനും അല്ലെ അവർക്ക് ആവശ്യമുള്ള പരിശോധനകൾ നടത്താനും അവരുടെ ഡീറ്റെയിൽസ് പുറത്ത് വരാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കേന്ദ്രങ്ങളാണ് ഉഷസ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉഷസ് കേന്ദ്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HIV പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. വളരെ സേഫായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോകാതെ അവർക്ക് ആവശ്യമുള്ള ആരോഗ്യ പരിശോധനകളും മെഡിസിൻസും ഒക്കെ വാങ്ങാനും എന്നാൽ അവരുടെ വ്യക്തി വിവരങ്ങളൊന്നും പുറത്തു പോകാത്ത രീതിയിൽ വിശ്വാസയോഗ്യമായി അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ഇതെന്ന് പറയുന്നത് ഉഷസ് കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഉഷസ് കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ അത് HIV അല്ലെങ്കിൽ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഉഷസ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ നഗരത്തിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ പദ്ധതിയാണ് ടെലിമനാസ് പദ്ധതി. മനാസ് എന്നല്ല, മാനസ് പദ്ധതി എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എക്സ്പാൻഷൻ എഴുതുമ്പോൾ 2A വരുന്നുണ്ട്, പക്ഷേ നമുക്ക് മനസ്സ് എന്ന് നമുക്ക് മലയാളത്തിൽ ഓർക്കുമ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നോക്കിയേ, മാനസ് പദ്ധതി എന്ന് പറയാം. അപ്പം ഈ പദ്ധതി എന്താണ്? മാനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സുമായിട്ട് കണക്ട് ചെയ്തിടാം. എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ടെലിമാനസ് പദ്ധതി. ഫോൺ വഴി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ, ഇപ്പം നമുക്ക് പറയാം ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ, പല അവസ്ഥയിൽ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ട സപ്പോർട്ടുകൾ നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ടെലിമാനസ് പദ്ധതി എന്ന് പറയുന്നത്. അതായത് ടെലി മെൻ്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് അക്രോസ് സ്റ്റേറ്റ്സ് എന്നതാണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുന്ന മതി. അതായത് മാനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കണക്ട് ചെയ്തിടാൻ പറ്റും. പിന്നെ എക്സ്പാൻഷൻ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു പിക്ചറാണ് ടെലിമാനസ് പദ്ധതി. ഇതിനകത്ത് അതിൻ്റെ ടോൾ ഫ്രീ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെൽപ്പ് ലൈൻ, മെൻ്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് അക്രോസ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നോക്കിയേ, അടുത്തത് നമ്മുടെ ഹോമിയോ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് പുനർജനി പദ്ധതി. പുനർജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം കഴിഞ്ഞ് വീണ്ടും ഒരു ജന്മത്തിലേക്ക് പുനർജനിക്കുന്നതിനാണ് നമ്മൾ പുനർജനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, എങ്ങനെയുള്ളവരാണ് ആ കാറ്റഗറി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരിക്കടിമയായവർക്ക്
ജീവിതം തിരികെ പിടിക്കാൻ ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത്. നമുക്കറിയാം, ലഹരി ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അതൊരു സ്റ്റൈലിലായിരിക്കും. ഇനി ലഹരി ഉപയോഗിക്കാത്ത സമയത്ത് അവരുടെ സാധാരണ ജീവിതം വേറൊരു രീതിയിലായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് പോകുന്നതാണ് പുനർജനി എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്നത് ഹോമിയോ വകുപ്പാണ്. അപ്പം ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം ലഹരിയിൽ നിന്ന് മോചനം നേടിയതിന് ശേഷം അവർക്ക് ജീവിതത്തിൽ മെച്ചപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഹരിയിൽ നിന്നുള്ള മുക്തി നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോമിയോ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, പുനർജനി പദ്ധതി എന്ന് പറയുന്നത്. ഈ പുനർജനി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അമ്മയും കുഞ്ഞുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഓപ്ഷനായിട്ട് പുനർജനി കൊടുക്കാം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും. പക്ഷേ ഓർക്കുക, പുനർജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലഹരിക്ക് അടിമയായിട്ടുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാനും പുതിയൊരു ജീവിതം, നല്ല ജീവിതം ഉണ്ടാകാനും ഹോമിയോ വകുപ്പ് നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, പുനർജനി പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കി, സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രവർത്തനം ആരംഭിച്ച പുതിയൊരു പദ്ധതിയാണ് എപ്പിഫോം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ എപ്പിഫോം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ളൊരു സംവിധാനമാണ് എപ്പിഫോം പദ്ധതി എന്ന് പറയുന്നത്. അതായത് എന്തിൻ്റെ ആഭിമുഖ്യത്തിലാണ്? കേരള സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ ആഭിമുഖ്യത്തിൽ വന്നിട്ടുള്ള പുതിയ ഒരു സംവിധാനമാണ് എപ്പിഫോം സംവിധാനം. അതായത് പകർച്ചവ്യാധികൾ അതായത് അത് പടർന്നു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു സംഭവം വരാനുണ്ട്, ഇതിന് പ്രിക്കോഷൻസ് എടുക്കണം എന്ന രീതിയിൽ അതിൻ്റെ വരാനുള്ള സാധ്യതയെ മുൻകൂട്ടി പ്രവചിക്കാനും അതിനാവശ്യമുള്ള പ്രിക്കോഷൻസ് എടുക്കാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എപ്പിഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭാവിയിലെ പകർച്ചവ്യാധികൾ പ്രവചിക്കുക എന്നുള്ളതാണ് എപ്പിഫോം എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി, നോക്കുക, ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണമാണ് അത് ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. മാറിപ്പോരുത്, നമുക്ക് കുറേ സമാശ്വാസം പദ്ധതികളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ നേരത്തെ പദ്ധതികൾ എടുത്തിട്ടുണ്ട്, അതിനകത്തും സമാശ്വാസം പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അതായത് അത് 1, 2, 3 കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഒരു കാറ്റഗറിയാണ് ഡയാലിസിസ്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ധനസഹായം നൽകുന്ന പദ്ധതി കൂടിയാണ് സമാശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അമൃത ആശുപത്രിയുടെ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? സമാശ്വാസം പദ്ധതി എഴുതാം. അപ്പോൾ ഇത് നോക്കിക്കോളുക, നമ്മുടെ അമൃത ആശുപത്രി എപ്പോഴും ചികിത്സകൾ കറക്റ്റായി എത്തിച്ചേരാത്ത ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ള ആദിവാസി ഊരുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്ന് പറയാം. അപ്പം നമ്മുടെ ആദിവാസികൾക്കുള്ള ആരോഗ്യ സംരക്ഷണം, സംസ്ഥാനത്തെ ആദിവാസികൾക്കുള്ള ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് അമൃത ഹോസ്പിറ്റൽ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, ബെനിഫിഷ്യറി ആരാണെന്നുള്ളത്. ഇനി നോക്കിക്കേ, അടുത്തതാണ് ബ്രെയിൽ ലിപി. നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതാണ്. ബ്രെയിൽ ലിപി എന്തിനാണ്? കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്, അല്ലേ? അപ്പം കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ദീപ്തി ബ്രെയിൽ പദ്ധതി? അപ്പോൾ ഈ ബ്രെയിൽ ഇതിനകത്ത് കിടക്കുമ്പോൾ നമ്മളെപ്പോഴും കണക്ട് ചെയ്ത് നമുക്ക് ഇടാം. പക്ഷേ ദീപ്തി ബ്രെയിൽ എന്ന് തരാതെ ദീപ്തി പദ്ധതി എന്ന് തന്നെ തന്നാലും എന്താണെന്ന് ഓർത്തിരിക്കുക, നമ്മുടെ ഈ പറയുന്ന കാഴ്ച പരിമിതിയുള്ളവർക്ക്, അത് കാരണം വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തവർക്ക് അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇത് ദീപ്തി ബ്രെയിൽ പദ്ധതി. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക, ദീപ്തി ബ്രെയിൽ പദ്ധതി എന്ന് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്തിടാനായിട്ട് പറ്റും. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള സാക്ഷരതാ മിഷൻ. വിദ്യാഭ്യാസം ഇതെന്ന് പറയുമ്പോൾ കൂടുതൽ പദ്ധതികളും ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? സാക്ഷരതാ മിഷനായിരിക്കും കൂടുതൽ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ഏത്? ദീപ്തി ബ്രെയിൽ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൽ ലിപി എന്ന രീതിയിൽ കണക്ട് ചെയ്തിടുക. അത് ഈ പറയുന്ന കാഴ്ച പരിമിതിയുള്ളവർക്ക് ഇത് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ്, അല്ലെങ്കിൽ ഇതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കി, സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേരാണ് ഹൃദയപൂർവം. അതായത് നമുക്കറിയാം, ഏത് സമയത്ത് വേണമെങ്കിലും മനുഷ്യന് വരാൻ പറ്റുന്നൊരു പ്രശ്നമാണ്, അല്ലേ, അറ്റാക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ഈ അറ്റാക്ക് വരുന്ന സമയത്ത് ഒരാൾക്ക് എങ്ങനെ, അതായത് ഒന്നുകിൽ അവരുടെ ശ്വാസോച്ഛ്വാസം നിന്ന് പോവുക, അതല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുക. ഈ ഒരു അവസ്ഥയാണല്ലോ നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ CPR എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ, അവരുടെ ആ ഒരു
ഹാർട്ടിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്യുക, നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് പരിശീലനം നൽകുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ഹൃദയപൂർവം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആ പേര് തന്നെയുണ്ട്, ഹൃദയപൂർവം എന്ന് പറയുമ്പം നമുക്കത് ഹൃദയവുമായിട്ട് കണക്ട് ചെയ്തിടാം, അല്ലെ ഹാർട്ട് അറ്റാക്കും വേണ്ടി നമുക്കത് കണക്ട് ചെയ്തിടാം. അങ്ങനെയൊക്കെ പെട്ടെന്ന് വയ്യാതാകുന്ന ആൾക്കാർക്ക് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പോലെ CPR കൊടുക്കുക. നമ്മൾ CPR എന്ന് കേട്ടിട്ടുണ്ട്. വയ്യാതെ വീഴുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, CPR കൊടുത്ത് അവരുടെ ഹാർട്ട് ബീറ്റ് നിലനിർത്തിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിന് പരിശീലനം നൽകുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ഹൃദയപൂർവം ക്യാമ്പയിൻ. ഓക്കെ, ഹൃദയപൂർവം ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്തതാണ് നമ്മൾ അതിന് മുമ്പ് പറയാം. ഇതാണ് ആ ഒരു പരിശീലനം. എന്താണ് ഇങ്ങനെ ആൾക്കാർക്ക് CPR കൊടുക്കുന്ന ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. CPR കൊടുക്കുന്നതിന് പരിശീലനം നൽകുന്ന ക്യാമ്പയിനാണ് ഏതെന്ന് പറയുന്നത് ഹൃദയപൂർവം എന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കി, ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സൂതികാമിത്രം പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് സൂതികാമിത്രം പദ്ധതി. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഈ ഒരു പദ്ധതിയുടെ പേര് കേട്ടിട്ട് നമുക്ക് അങ്ങനെയൊന്നും മനസ്സിലാകത്തില്ല. സൂതിക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മളത്ര കാര്യമായിട്ടൊന്നും അറിഞ്ഞിരിക്കത്തില്ല. അപ്പം ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനമായിട്ടുള്ള പരിചരണം നൽകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ബെനിഫിഷ്യറീസ് ഒന്നുകിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതല്ലെന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് തന്നെ അമ്മമാരായിട്ടുള്ള ലേഡീസാണ് ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്താണ് സൂതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്ക് വെച്ച് ഇത് കണക്ട് ചെയ്തിടാം. അതായത് സൂതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം നൽകിയ പുതിയ ഒരു കുഞ്ഞിന്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അധികമായിട്ടില്ലാത്ത ആളെയാണ് നമ്മൾ സൂതിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രസവശേഷം ശുശ്രൂഷ ആവശ്യമുള്ള ആളെ നമ്മൾ പറയുന്ന പേരാണ് സൂതിക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണക്ട് ചെയ്തിടാമല്ലോ. സൂതിക എന്ന് പറയുന്ന ആ പരിചരണം ആവശ്യമുള്ള ആളുടെ മിത്രം, അതാണ് ഏതെന്ന് പറയുന്നത് സൂതികാമിത്രം പദ്ധതി. എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഇത് 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സ്ത്രീകളെ കണ്ടെത്തി പ്രസവരക്ഷ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ആവശ്യമുള്ള ആയുർവേദ പരിരക്ഷ നൽകുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള കോഴ്സുകൾ നൽകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 3 മാസം സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഇവർക്ക് ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള പരിചരണം നൽകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സൂതികാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ സേവനം ആർക്കാണ് ലഭിക്കുന്നത്? ഈ പറയുന്ന പോലെ ഗർഭിണികൾക്കും അമ്മമാർക്കുമാണ് ലഭിക്കുന്നത്. ആയുർവേദ അടിസ്ഥാനമാക്കിയുള്ള പരിചരണമാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ഇത് ദീപ്തി ബ്രെയിൽ പദ്ധതി. ഇതാണ് ബ്രെയിൽ ലിപിയൊക്കെ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത അല്ലെങ്കിൽ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ CPR കൊടുക്കുന്നതിന് പരിശീലിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഹൃദയപൂർവം പദ്ധതി എന്ന് പറയുന്നത്. ഇനി സൂതികാമിത്രം പദ്ധതി എന്ന് പറഞ്ഞാൽ ആയുർവേദ അടിസ്ഥാനമാക്കിയിട്ടുള്ള അമ്മയ്ക്കും അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സൂതികാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ സൂതികാമിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു പോയിൻ്റാണ് ചോദിക്കാൻ. ഓക്കെ, ഇനി നോക്കിയേ, അടുത്താണ് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് സർജറികൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം പദ്ധതി. അപ്പോൾ നോക്കിയേ, ഈ വാത്സല്യം, ഞാനിവിടെ വാത്സല്യ സിനിമയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാത്സല്യം പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ, അതായത് മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മമ്മൂട്ടി സ്ഥാപകനായിട്ടുള്ള കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും രാജഗിരി ഹോസ്പിറ്റലും ചേർന്നിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന വാത്സല്യം പദ്ധതി. അപ്പോൾ റീസെൻ്റ്ലി നിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് മൂത്രനാളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ മമ്മൂട്ടിയുടെ റെഫറൻസോട് കൂടി ആ കുഞ്ഞിനെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും റോബോട്ടിക് സർജറി നടത്തി അതിനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാർത്താ പ്രാധാന്യം ഉണ്ടായ ഒരു പദ്ധതിയാണ് വാത്സല്യം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ വാത്സല്യം പദ്ധതി എന്ന് പറയുമ്പോൾ ഈ വാത്സല്യ സിനിമ ഓർക്കുക, ജസ്റ്റ് മമ്മൂട്ടി ഓർക്കുക. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലും രാജഗിരി ഹോസ്പിറ്റൽ നേതൃത്വത്തിലും എന്താണ് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് ആവശ്യമായ റോബോട്ടിക് സർജറികൾ നടത്തുന്ന പദ്ധതിയാണ് വാത്സല്യം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണ് പ്രജ്വല പദ്ധതി. എന്താണ് പ്രജ്വല പദ്ധതി? ഇത്
കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. റീസെൻ്റ്ലി എന്താണ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 30 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു വർഷത്തെ സാമ്പത്തിക സഹായം അല്ലെ, ഒരു വർഷമാണ് ഈ ഒരു പദ്ധതിയുടെ ഉപഭോക്താവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. മാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷെ ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് അവരെ ആ ഒരു ഫീൽഡിൽ നിലനിർത്താനും ഉന്നത ഉദ്യോഗത്തിലേക്കൊക്കെ അവരെ പെട്ടെന്ന് അല്ലെങ്കിൽ എത്തുന്നതിൽ അവരെ സഹായിക്കാനും വേണ്ടിയിട്ട് വന്നൊരു പദ്ധതിയാണ് പ്രജ്വല പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ഒരു ഉജ്ജ്വല പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ സഹായം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിടുക. എന്താണ് പ്രജ്വല പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? പ്രജ്വല പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കി, ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ജീനോം ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത്. ജനറ്റിക്കൽ ഡേറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജീനോം. ജീനോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു ജെനറ്റിക്സ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ജീനോം ഇന്ത്യ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ, റോബോട്ടിക്സ് ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ അതിന് സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വാത്സല്യം പദ്ധതിയാണ്. ഇനി നോക്കിക്കേ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രജ്വല പദ്ധതി. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീനോം ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാം. ജസ്റ്റ് ഈ ഒരു പിക്ചർ വെച്ച് ഓർത്തിരിക്കുക. അങ്ങനെ അപ്പോൾ അതാണ് വാത്സല്യം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മൾ ക്യാൻസർ രോഗികൾക്ക് മെഡിസിൻസ് നൽകുന്നതിന് അവർക്ക്, അതായത് ഭയങ്കര വിലപിടിപ്പുള്ള മെഡിസിൻസ് ആണല്ലേ ക്യാൻസർ പേഷ്യൻസിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്രയും സാമ്പത്തികമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം? മെഡിസിൻസ് കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? കാരുണ്യ സ്പർശം പദ്ധതി. അതായത് ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് കാരുണ്യ സ്പർശം പദ്ധതി. കരുണയോടുകൂടെ അവരെ സ്പർശിക്കുക. അതായത് ക്യാൻസർ ഒക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സാമ്പത്തികമായ ആൾക്കാരെ ഡൗൺ ആക്കുന്നൊരു കാര്യമാണ് അല്ലേ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നിന്നൊക്കെ അവരെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ മെഡിസിൻസിൻ്റെ വില കുറച്ച് കൊടുക്കുക, അല്ലെ കുറഞ്ഞ വിലയിൽ മെഡിസിൻസ് അവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കാരുണ്യ സ്പർശം പദ്ധതി എന്ന് പറയുന്നത്. നോക്കിയേ, സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ്? കാരുണ്യ സ്പർശം പദ്ധതിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ക്യാൻസറിനുള്ള മെഡിസിൻ വില കുറച്ച് നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കാരുണ്യ സ്പർശം പദ്ധതി. അല്ലെ നോക്കി, സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് പദ്ധതി എന്നറിയപ്പെടുന്നതും ഈ ഒരു പദ്ധതി തന്നെയാണ്. ഇനി നോക്കി, പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം പദ്ധതി. അപ്പോൾ ഏതാണ്? പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഐശ്വര്യ ഗ്രാമം പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഐശ്വര്യ ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമം മൊത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഏത് ഗ്രാമം? പട്ടികജാതിക്കാരുടെ അല്ലെങ്കിൽ പട്ടികജാതി നഗരങ്ങളിലെ ഐശ്വര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഐശ്വര്യ ഗ്രാമം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. അതായത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കി, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന വയോധികർക്ക് നൽകുന്ന കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് വയാവന്ദന കാർഡുകൾ. വയാവന്ദന കാർഡുകൾ. അപ്പോൾ എന്താണ് ഈ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വരുമാനം നോക്കാതെ, വരുമാനം എത്ര കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ 70 വയസ്സിന് ശേഷമുള്ള എല്ലാ ആൾക്കാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് സാമ്പത്തിക സഹായമൊക്കെ തരുമ്പോൾ നമ്മുടെ വരുമാനം അതിനകത്തൊരു മാനദണ്ഡമായിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്. അങ്ങനെ വരുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോജനയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കാർഡിൻ്റെ പേരാണ്
വയാവന്ദന കാർഡുകൾ. എന്താണ് വയാവന്ദന കാർഡുകൾ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് വയാവന്ദന കാർഡുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അതേപോലെ തന്നെ പുതിയതായിട്ട് കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്ത മറ്റൊരു പദ്ധതിയാണ് നമ്മുടെ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തിനെ കുറിച്ച് ബോധേഡ് അല്ലാത്ത ഒരാളെന്ന് പറയുന്നത് ആ വീട്ടിലെ കുടുംബിനിയായിരിക്കും മിക്കവാറും, അല്ലേ, മോസ്റ്റ് പ്രോബബ്ലി. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വഴി കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളുടെ ആരോഗ്യത്തിലൂടെ കുടുംബത്തെ ശക്തമാക്കുക എന്ന ഒരു ഇൻറ്റൻഷനോട് കൂടി തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കണക്ട് ചെയ്യാനൊന്നുമില്ല. ഇതാണ് നമ്മളുടെ നാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീ എന്ന് പറയുന്നത്, അല്ലേ. അപ്പം സ്ത്രീ വഴി എന്ത് ചെയ്യുക, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബത്തെ എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ സ്വസ്ഥത എന്ന് ഓർത്തിരിക്കുക. ആരോഗ്യപരമായ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ആരോഗ്യം, അല്ലെങ്കിൽ കുടുംബിനിയുടെ വീട്ടമ്മയുടെ ആരോഗ്യത്തിലൂടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയാണ് ഈ പറഞ്ഞ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, സംസ്ഥാനത്ത് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായിട്ട് +1 +2 വിദ്യാർത്ഥികൾക്ക് HPV വാക്സിൻ നൽകാനുള്ള പൈലറ്റ് പദ്ധതിയുടെ ആരംഭമാണ് ഏതെന്ന് പറയുന്നത്. എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലാണ് തുടങ്ങിയത്. എന്താണ് HPV വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമോ വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ, അല്ലേ. അപ്പം നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ക്യാൻസറിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി +1 +2 കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുന്ന പദ്ധതിയാണ് ഇത്. എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് തുടങ്ങിയത്. അപ്പം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ നൽകുന്ന പദ്ധതിയാണ് കണ്ണൂരാണിത് ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കുക. എന്തിനാണ്? നമ്മുടെ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ചക്ഷൻ അല്ലെ വാക്സിനേഷൻ നമ്മൾ നൽകുന്നത്. ഇനി നോക്കിക്കേ, ഇതൊരു വാർത്താ പ്രാധാന്യം ഉണ്ടായ പദ്ധതിയാണ്. അതായത് ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജേർണലിൽ പ്രസിദ്ധീകരിച്ചതിലൂടെ ആഗോള ശ്രദ്ധ നേടിയ അർബുദ നിയന്ത്രണത്തിനായി കേരളത്തിലെ കണ്ണപുരം പഞ്ചായത്തിൻ്റെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മുക്ത ഗ്രാമം എന്ന പദ്ധതിയുടെ പേരിൽ എന്ത് ചെയ്തു, നമ്മുടെ കണ്ണൂരിലുള്ള കണ്ണപുരം പഞ്ചായത്ത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജേർണലിൽ അതിനെക്കുറിച്ചൊരു ന്യൂസ് വന്നു. അങ്ങനെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു പദ്ധതിയാണ് ക്യാൻസർ മുക്ത ഗ്രാമം എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പോൾ ഇത് തിരിച്ചു വേണമെങ്കിലും ചോദിക്കാം. ക്യാൻസർ മുക്ത ഗ്രാമം എന്ന പദ്ധതിയിലൂടെ ലോകാരോഗ്യ സംഘടനയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധ ആകർഷിച്ച പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കണ്ണപുരം പഞ്ചായത്താണെന്ന് ഓർത്തിരിക്കുക. ഏത് പഞ്ചായത്താണെന്ന് വേണമെങ്കിലും ചോദിക്കാം. കണ്ണപുരം പഞ്ചായത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായിട്ടാണ് കേരള സർക്കാർ ആരോഗ്യമാനന്ദം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്? ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഓൾറെഡി ഇതേപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞ ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം. അപ്പം ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആരോഗ്യമാനന്ദം പദ്ധതി അല്ലെങ്കിൽ ആരോഗ്യമാനന്ദം പദ്ധതി എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ്. ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആരോഗ്യം ആനന്ദം പദ്ധതി. അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ടെസ്റ്റ്, ബയോപ്സി ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് ക്യാൻസർ ഇല്ലയെന്ന് അറിയുമ്പോൾ ഉള്ളൊരു ആനന്ദം ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്തിടുക. നമ്മൾ ആരോഗ്യവതിയാണ് അല്ലെ ആരോഗ്യമുണ്ട് എന്നറിയുന്നു, നമുക്ക് ക്യാൻസർ ഇല്ല എന്നറിയുന്ന ആ ഒരു ആനന്ദമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആരോഗ്യം ആനന്ദം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. അടുത്തത്, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായിട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് സഹമിത്രം ആപ്പ് എന്ന് പറയുന്നത്. സഹമിത്ര ആപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഭരണകൂടമാണ്? കോഴിക്കോട് ജില്ലയുടെ ഭരണകൂടം പുറത്തിറക്കിയ ആപ്പാണ്. അതായത് സഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കൂടെയുള്ള എന്തോ സന്തത സഹചാരി നമ്മൾ പറയും അല്ലേ, അതേപോലെയാണ് സഹമിത്ര എന്ന് പറയുന്നത്. എപ്പോഴും കൂടെയുള്ളൊരു മിത്രത്തിനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് സഹമിത്ര ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തനിച്ചല്ല, എപ്പോഴും ഒരാളുടെ സഹായം വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തനിയെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ചിന്തിക്കുക. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് സഹമിത്ര ആപ്പ് എന്ന്
ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്താണ് പട്ടികജാതി വിഭാഗക്കാരുടെ വീട് പണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി എന്ന് പറയുന്നത്. സേഫ് പദ്ധതി. അപ്പോൾ നോക്കിയേ, സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ് എന്നതാണ് സേഫിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടച്ചുറപ്പുള്ളൊരു വീടുണ്ടാകുമ്പോഴാണ് അല്ലേ നമ്മളെപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പട്ടികജാതി വിഭാഗക്കാരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പം പട്ടികജാതി ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്ന പട്ടികജാതി വിഭാഗക്കാരാണ്. ഇവരുടെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ് എന്നുള്ളതാണ് സേഫിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു പടം കൊടുത്തിട്ടുണ്ട്, അതായത് ഈ പടം ഓർത്തിരിക്കുക. വീടിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫിനെ കുറിച്ചുള്ള പോസ്റ്റാണ്. അപ്പം വീടുകൾ സമഗ്രമാക്കുന്നതിന് 2 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ഓർത്തിരുന്നാൽ പോലും വീട് പണിക്ക് വേണ്ടി വീട് വീട് പൂർത്തിയാക്കാൻ വേണ്ടി പണം നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്ന് നോക്കിയേ, പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ യെല്ലോ ബെൽ എന്നാണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിടാം. മഞ്ഞപ്പിത്തം അല്ലേ, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം. അപ്പോൾ നമ്മൾ അതിൻ്റെ പദ്ധതി എങ്ങനെയാണ് വരുന്നത്? യെല്ലോ, മഞ്ഞ എന്നുള്ളതിൻ്റെ യെല്ലോ എന്ന് കണക്ട് ചെയ്തിടുക. അപ്പോൾ യെല്ലോ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പദ്ധതിയാണ്. ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് യെല്ലോ ബെൽ എന്ന് പറയുന്നത്. ഇനി യെല്ലോ ലൈൻ ഉണ്ട്. അതെന്താണ്? നമ്മുടെ സ്കൂൾ പരിസരങ്ങളിൽ ലഹരി കയറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് യെല്ലോ ലൈൻ വരയ്ക്കുന്ന പദ്ധതി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, സ്കൂളിൽ ഒരു യെല്ലോ ലൈൻ വരച്ചിട്ട് ഇതിനകത്തേക്ക് ഇനിയും ലഹരി പദാർത്ഥങ്ങൾ കയറ്റാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ലഹരി വസ്തുക്കളെ സ്കൂളിന് പുറത്ത് നിർത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. യെല്ലോ ബെൽ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ്. അതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ്. പാലക്കാട് ജില്ലയിലാണ് ഇത് ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കാം. അടുത്തത്, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മാം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ. ഇതിൻ്റെ എക്സ്പാൻഷൻ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യന്ത്രവൽക്കരണം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്മാം പദ്ധതി എന്ന് പറയുന്നത്. സ്മാം പദ്ധതി, SMAM പദ്ധതി, സ്മാം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്മാം പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തതാണ് ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. അതായത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ സാമ്പത്തികമായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഗ്യാരണ്ടി ഇല്ലാതെ ഈട് നൽകാതെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി പദ്ധതി, പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈടും ജാമ്യവും ഇല്ലാതെ നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ വായ്പ ഒരുക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്. വിദ്യാമിത്രം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഏതാണ് അതിന് കറക്റ്റ് ഉത്തരം എന്ന് ചോദിച്ചാൽ വിദ്യാലക്ഷ്മി പദ്ധതിയാണ്. നമുക്ക് കണക്ട് ചെയ്തിടാം. അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ധനവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അല്ലേ? ധനത്തിൻ്റെ ഒരു സൂചം അല്ലെങ്കിൽ ഒരു ദേവി എന്ന് നമ്മൾ പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ഓർത്തിരിക്കാം, വിദ്യയ്ക്ക് വേണ്ടി ധനം നൽകുന്ന എന്തോ പദ്ധതി, അതായത് നിർധനരായുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസം സാമ്പത്തികമായി പുറമോട്ടായതുകൊണ്ട് അവർ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റാതെ പോകരുത് എന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിന് സഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് PM വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കണക്ട് ചെയ്യുക, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനമെന്ന് കണക്ട് ചെയ്യുക. അപ്പം ഈടും ജാമ്യവും ഇല്ലാതെ നിർധന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക? ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന, വിദ്യാഭ്യാസ വായ്പ ഒരുക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, കിടപ്പാടം ഇല്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ഉദയം പദ്ധതി എന്ന് പറയുന്നത്. കിടപ്പാടം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ അലഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കോഴിക്കോട് ജില്ലാ ഭരണകൂടം, കോഴിക്കോട് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്
ഉദയം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. വേറെ ഒന്നുമായിട്ട് നമുക്കത് കണക്ട് ചെയ്തിടാൻ പറ്റില്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. ഉദയം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ്. വീടുകളൊന്നും ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരെ പുനരധിവാസ പദ്ധതിയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക പദ്ധതി. അപ്പോൾ നമുക്ക് ഗോത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഈ ഗോത്ര വർഗ്ഗക്കാരെ അങ്ങനെയൊക്കെ പറയുന്നത് എപ്പോഴാണ്? നമ്മൾ പട്ടികവർഗമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ, ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ഈ പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലും ജീവനോപാധിയും നൽകുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക. അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ജീവനോപാധി നൽകുന്ന പദ്ധതിയാണ് ജീവിക എന്ന് കണക്ട് ചെയ്തിടുക. അപ്പോൾ ഗോത്ര ജീവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികവർഗ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് തൊഴിലും ജീവനോപാധിയും നൽകാനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഗോത്ര ജീവിക പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്താണ് നോക്കിയേ, അതിദരിദ്രരുടെ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ 100 ദിന ക്യാമ്പയിനാണ് ഇതെന്ന് പറയുന്നത് ഉജ്ജീവനം ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഈ പേര് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകരുത്, കാരണം നമുക്ക് പല ഓപ്ഷൻസ് വരും, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കി, അതിദരിദ്രരുടെ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനം, അതായത് ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, കുടുംബശ്രീ പദ്ധതിയിൽ നിന്ന് തന്നെ ആയിരിക്കും അതിനകത്ത് ചോദിക്കുക. അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ 100 ദിന ക്യാമ്പയിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഉജ്ജീവനം എന്ന് പറയുന്നത്. ഉജ്ജീവനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. അപ്പം വന്ന ഓപ്ഷൻസിന് കണ്ടതുകൊണ്ടാണ് ഈ പേര് കൃത്യമായി തന്നെ പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം 100 ദിന കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള 100 ദിന ക്യാമ്പയിനാണ് എന്തിനു വേണ്ടിയിട്ട്? അതിദരിദ്രരെ സാമൂഹ്യപരമായി ഉന്നമനം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 100 ദിന ക്യാമ്പയിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ഉജ്ജീവനം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, കുട്ടികളിൽ ശാസ്ത്രാഭിരുചിയും ശാസ്ത്ര അവബോധവും സൃഷ്ടിച്ച് അവരെ ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാരാക്കുന്നതിന് സഹായം നൽകുന്നതിനായി കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് നൊബേൽ. നമ്മളിപ്പം കണക്ട് ചെയ്തിടാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ നൊബേൽ സമ്മാനം കൊടുക്കുന്ന കൂടുതലും ഏതിനാണ്? സയൻസ് വിഷയങ്ങൾക്കാണ് കൂടുതലും കൊടുക്കുന്നത് അല്ലേ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പം കുട്ടികളിലെ ശാസ്ത്ര അഭിരുചി വളർത്താനും ശാസ്ത്ര അവബോധം സൃഷ്ടിച്ച് അവർക്ക് എന്തെങ്കിലും ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ നല്ലപോലെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് നൊബേൽ പദ്ധതി. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ നോവൽ ഓറിയൻറ്റേഷൻ ഫോർ ബിഗിനേഴ്സ് ത്രൂ എക്സ്പെരിമെൻ്റൽ ലേണിംഗ് എന്നതിൻ്റെ ചുരുക്കമാണ് ഏതെന്ന് പറയുന്നത് നൊബേൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്തിടാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞതാണ്. നൊബേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് എന്ന് ചിന്തിക്കുക. കുട്ടികളാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. അവർക്കുള്ള ശാസ്ത്ര അഭിരുചി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ അവരെ ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള അതിന് പ്രാപ്തമാക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നൊബേൽ പദ്ധതി എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ വരുന്നത് നോവൽ ഓറിയൻറ്റേഷൻ ഫോർ ബിഗിനേഴ്സ് ത്രൂ എക്സ്പെരിമെൻ്റൽ ലേണിംഗ് എന്നതിൻ്റെ ചുരുക്കമാണ് ഏതെന്ന് പറയുന്നത് നൊബേൽ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതിയും ഇതിൻ്റെ പേരും ഇതിൻ്റെ ഉദ്ദേശവും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ശരിക്കും ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജന പങ്കാളിത്തത്തോടെ ഇത്തരം വിവാഹങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ വന്ന പദ്ധതിയാണ്. അതായത് നമ്മൾ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് മറ്റൊരാളോട് പോയി പറയുന്ന ഒരു വാക്ക് ആണ് ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിയിട്ടില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പൊൻവാക്കാണ് അല്ലേ. നമ്മൾ പറയും വാക്ക് എന്തെങ്കിലുമൊക്കെ പറയും, ഇത് പൊന്നാവട്ടെ എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിടുക. പൊൻവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവ വിവാഹം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പറയുന്ന ആൾക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ്. അത് 2500 രൂപയാണ് അവർക്ക് നൽകുന്നത്. അതായത് കൃത്യമായിട്ട് പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു എന്ന് ഉള്ള വിവരം പറയുന്ന വ്യക്തിക്ക് 2500 രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പൊൻവാക്ക് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയും വേണമെന്ന് ചോദിക്കാം. അപ്പം നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഗുണം? അതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ എന്ത് ചെയ്യും? അതിനെതിരെ വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പം നോക്കിക്കേ, സംസ്ഥാനത്തെ ശൈശവ വിഭാഗങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്ന പദ്ധതി. ഇനി പൊതുജന പങ്കാളിത്തത്തോടെ ഇത്തരം വിവാഹങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവരം നൽകുന്ന വ്യക്തിക്ക് 2500 രൂപ നമ്മൾ പാരിതോഷികം നൽകുന്നത്. ഓക്കെ, അപ്പോൾ അതേതാണ് പൊൻവാക്ക് പദ്ധതി. ശൈശവ വിവാഹങ്ങൾ
തടയാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. ഇതിനുള്ള കൃത്യമായിട്ട് ക്രെഡിബിളായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് 2500 രൂപ പാരിതോഷികം നൽകുന്നൊരു പദ്ധതി കൂടിയാണ് ഏതെന്ന് പറയുന്നത് പൊൻവാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭൂഗർഭ ജല വിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂനീറാണ്. നമുക്കത് ഓർത്ത് വെക്കാം. നീറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെള്ളമാണ് അല്ലേ? അപ്പം നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. അപ്പോൾ ഭൂനീർ, അപ്പോൾ ഭൂഗർഭ ജലം എന്ന് ഓർത്തിരിക്കുക. ഭൂഗർഭ ജല വിനിയോഗത്തിനെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ, മൊത്തത്തിലുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ഭൂനീർ എന്ന പോർട്ടൽ എന്ന് ഓർത്തിരിക്കുക. അത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്തിടാൻ എളുപ്പം. ഇനി നോക്കിക്കേ, വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ കേരളത്തിൽ എത്തിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതിയാണ് സ്റ്റഡി ഇൻ കേരള എന്ന് പറയുന്നത്. നമുക്കറിയാം വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാർ വളരെ കൂടുതലാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ നമ്മുടെ ആൾക്കാർ പോകുന്നുണ്ട്. അതേപോലെ തന്നെ വിദേശത്തു നിന്ന് ആൾക്കാരെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഏർപ്പാടാക്കിയ അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് സ്റ്റഡി ഇൻ കേരള എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇവിടുന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് സ്റ്റഡി ഇൻ കേരള. നമുക്കത് കണക്ട് ചെയ്തിടാൻ പറ്റും. ആ പേരിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് വിദ്യാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗമൊക്കെ വളരെ കൂടുതലാണ് അല്ലേ? പക്ഷേ നിർധനരായ വിദ്യാർത്ഥികൾ, എന്നാൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വിദ്യാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്ന BSNLൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വിദ്യാമിത്രം പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് ആഴ്ചയിൽ 2 ദിവസം അംഗനവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്തിടാൻ എളുപ്പമാണ്. ബാല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. പോഷക ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് പോഷണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോക്കിക്കേ, ആഴ്ചയിൽ 2 ദിവസം അംഗനവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് പോഷക ബാല്യം പദ്ധതി എന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കി, പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ദ ഗ്യാപ്പ് പദ്ധതി. നമ്മൾ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയാം അല്ലേ? പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ ചുരമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് കുറേ പച്ചപ്പും അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് സംഭവങ്ങൾ, കുറച്ച് പ്രകൃതി വിഭവങ്ങൾ, ഇപ്പം മരങ്ങളാവാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകും. നമ്മൾ ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന പോലെ പ്രകൃതിയിലുള്ള ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് പറ്റും? നാശം സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതൽ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ദ ഗ്യാപ്പ് പദ്ധതി. ഏത് ചുരവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഗ്രീൻ ദ ഗ്യാപ്പ് എന്ന പദ്ധതി പാലക്കാട് ചുരത്തിലെ എന്താണ് നമ്മുടെ ഹരിതവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി. ഹാപ്പി കേരളം പദ്ധതി. അപ്പോൾ ഹാപ്പി ഫാമിലി എന്നല്ല വന്നിരിക്കുന്നത്, ഹാപ്പി കേരളം പദ്ധതി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കുടുംബങ്ങളിലെ ക്ഷേമം കൂടുതൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് കൂടുതൽ ക്ഷേമത്തിലൂടെ കുടുംബങ്ങളെ കൊണ്ടുവരുന്നത് വഴി കുടുംബം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ കുടുംബത്തിനെ എന്ത് ചെയ്യുക? സന്തോഷ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നമ്മുടെ കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഹാപ്പി കേരളം പദ്ധതി. അപ്പം കുടുംബക്ഷേമം നിലനിർത്തി അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ട് കുടുംബങ്ങളെ മികച്ച സന്തോഷ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഹാപ്പി കേരളം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഹാപ്പി കേരളം പദ്ധതി എന്ന് പറയുമ്പോൾ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നക്ഷ പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ് നക്ഷ പദ്ധതി എന്ന് പറയുന്നത്. ഇതൊരു സർവേ പദ്ധതിയാണ്. അതായത് നമ്മൾ മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ, അതായത് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളുടെയും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന പദ്ധതിയാണ് നക്ഷ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ജിയോസ്പേഷ്യൽ
നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്നാണ് നക്ഷയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഈ എക്സ്പാൻഷനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമുക്കൊന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പം നക്ഷ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂ സർവേ ആണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളിലും ഭൂ സർവേ നടത്തുന്ന പദ്ധതിയാണ് ഇത് നക്ഷ പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കി, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് വിത്തൂട്ട് പദ്ധതി. അപ്പോൾ നോക്കി, നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ, അതായത് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു സംഘർഷം അവസ്ഥ ഒന്ന് അയവ് വരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതായത് നമ്മൾ ശരിക്കും അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് താമസിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് നമ്മളോട് അടുത്ത് വരാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി, അതായത് നമ്മൾ വനനശീകരണം, അവിടെ നമ്മൾ വീട് വയ്ക്കുന്നു, വനമേഖലയിൽ നമ്മൾ കൂടുതൽ താമസിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ പറയുന്ന വന്യജീവികളുടെ അറ്റാക്ക് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അയവ് വരുത്തി, അതായത് വന്യജീവികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ഭക്ഷണവും മറ്റ് അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു അവരുടെ അറ്റാക്കിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുക എന്ന രീതിയിൽ വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് വിത്തൂട്ട് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുറച്ച് ഇപ്പോൾ വനനശീകരണം വഴിയാണ് ഇത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് വിത്തുകൾ നിറച്ച് അതിനകത്ത് മഞ്ഞളും ചാണകവും അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് പൊതിഞ്ഞിട്ട് ഇത് നമ്മൾ പല ഭാഗങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു വനമേഖലയുടെ അടുത്തുള്ള ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളതങ്ങ് വിതരണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതവിടെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അതവിടെ ഇട്ടിട്ട് പോവാണ്. അപ്പോൾ ഈ വിത്തുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതായതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതെ ഇത് അതിൽ നിന്ന് മുള പൊട്ടി കിളിച്ച് എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഈ പറയുന്ന പോലെ പ്രകൃതിയോടിണങ്ങി നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ ഹരിതവൽക്കരണം നടത്തുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് വിത്തൂട്ട് പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഈ പദ്ധതി. അതായത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനർജീവനത്തിനും അതേപോലെ പുനർജീവനത്തിനെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വനംവകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിലൂടെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വിത്തൂട്ട് പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നോർക്കയുടെ വക ഒരു സാമ്പത്തിക സഹായ പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ശുഭയാത്ര എന്ന് പറയുന്നത്. അതായത് വിദേശ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വിദേശ ജോലി എന്താണ് നമ്മുടെ ലക്ഷ്യമെന്നിരിക്കെ അതിന് നമുക്ക് സാമ്പത്തികമായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ അതിന് നമുക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ശുഭയാത്രാ പദ്ധതി. നമ്മൾ യാത്ര പോവുകയാണല്ലോ വിദേശത്തേക്ക് അല്ലേ, അപ്പോൾ അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ശുഭയാത്ര നേർന്ന് നമ്മളെ ഗൾഫിലേക്ക് വിടുന്ന പദ്ധതിയാണ് ശുഭയാത്രാ പദ്ധതി എന്ന് ഓർത്തിരിക്കുക. വേറൊരു ശുഭയാത്രാ പദ്ധതിയുണ്ട്, അത് നമ്മുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നോർക്കയുടെ പദ്ധതി എന്ന് ചോദിച്ചാലാണ് ഇത് ശുഭയാത്രാ പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഗൾഫിലെ ജോലി അല്ലെ പുറം രാജ്യത്തെ ജോലി അല്ലെങ്കിൽ വിദേശത്ത് ജോലി സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശുഭയാത്രാ പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സ്വകാര്യ ഡേ കെയറുകൾക്ക് തുല്യമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് അങ്കണവാടി കം ക്രഷ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പം സ്വകാര്യ ഡേ കെയറുകൾക്ക് പകൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, നമ്മൾ ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാരൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മൾ ഡേ കെയറിലാക്കിയിട്ട് പോകും അല്ലേ. അപ്പോൾ നോക്കിക്കേ, അങ്ങനെയുള്ള ഡേ കെയറുകൾക്ക് സ്വകാര്യ ഡേ കെയറുകളാണ് കൂടുതൽ ആ ഒരു ഇവിടെ ഉള്ളത്, ആ ഒരു മേഖലയിലുള്ളത്. അപ്പം സ്വകാര്യ ഡേ കെയറുകൾക്ക് തുല്യമായ രീതികൾ കുഞ്ഞുങ്ങളെ പകൽ സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് അങ്കണവാടി കം ക്രഷ് പദ്ധതി എന്ന് പറയുന്നത്. അങ്കണവാടി കം ക്രഷ് പദ്ധതി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇനി നോക്കിക്കേ, അടുത്തത് ഭിന്നശേഷിക്കാർക്കും അവരുടെ ആശ്രിതർക്കും ഉപജീവന മാർഗങ്ങൾ നൽകുന്നതിന് ലക്ഷ്യമിട്ട് ഖാദി ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്ത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഏബിൾ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഭിന്നശേഷിക്കാർക്കും അവരുടെ ആശ്രിതർക്കും, ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുമ്പോൾ അവരുടെ ആശ്രിതർക്ക് അതിൻ്റേതായ കുറച്ച് മറ്റുള്ളവരെ പോലെ പറ്റത്തില്ല. അപ്പം അവർക്കും എന്ത് ചെയ്യണം, ഉപജീവനത്തിന് മാർഗം ഉണ്ടാവണം. അപ്പോൾ ഭിന്നശേഷിക്കാർക്കും അവരുടെ ആശ്രിതർക്കും ഉപജീവന മാർഗങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഖാദി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിന് വരുന്ന പദ്ധതിയാണ് ഏബിൾ പോയിന്റ്. ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഖാദി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നത്. ഏതാണ്? ഏബിൾ പോയിന്റ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇനി നോക്കിക്കേ, അടുത്ത നമ്മൾ നേരത്തെ ഹോമിയോ വകുപ്പിൻ്റെ പുനർജനി പഠിച്ചായിരുന്നു. ഇനി ഹോമിയോ വകുപ്പിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയാണ് പഠിക്കുന്നത്, ജനനി പദ്ധതി. ജനനി എന്ന് പറഞ്ഞാൽ അമ്മയാണല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പോൾ തന്നെ നമുക്ക് പദ്ധതി എന്താണെന്ന് കിട്ടി. അതായത് വന്ധ്യതാ ചികിത്സയുമായി ബന്ധപ്പെട്ട ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്
ജനനി പദ്ധതി എന്ന് പറയുന്നത്. വന്ധ്യതാ ചികിത്സയുമായി ബന്ധപ്പെട്ട ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ജനനി പദ്ധതി എന്ന് പറയുന്നത്. ജനനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ. അപ്പോൾ അമ്മയാകാനുള്ള ഹോമിയോ വകുപ്പിൻ്റെ പദ്ധതിയാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിടാം. അപ്പോൾ ജനനി പദ്ധതിയാണെങ്കിൽ വന്ധ്യത ചികിത്സയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. പുനർജനി ആണെങ്കിൽ എന്താണ്? ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് ഹോമിയോ വകുപ്പ് നേതൃത്വം നൽകുന്ന പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള പദ്ധതികളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ പദ്ധതികളൊക്കെ നമ്മൾ ചിലതെങ്കിലും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2025 വന്ന ആ ചോദ്യപേപ്പറിൽ 1-2 ചോദ്യങ്ങളും കൂടി നോക്കിയിട്ട് നിർത്താം. ഓക്കെ, അപ്പോൾ വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ പഠിച്ച പദ്ധതിയാണ്. നോക്കിക്കേ, അതിൻ്റെ ഓപ്ഷൻസ് വന്നത് അതിജീവനം, ഉപജീവനം, ജീവനം, ഉജ്ജീവനം. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷനാണ് വന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസ് കാണുമ്പോൾ ഇതിനകത്ത് ഏതാണെന്നൊരു ഡൗട്ട് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഓപ്ഷൻസ് വരാൻ സാധ്യതയുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതിനകത്ത് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിട്ടേ ഉള്ളെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി, ഉജ്ജീവനം പദ്ധതിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പദ്ധതിയാണ്. അപ്പം കുടുംബശ്രീയുടെ 100 ദിന ക്യാമ്പയിൻ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഉജ്ജീവനം പദ്ധതി. എന്താണ്? അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ്. ഇനി നോക്കിക്കേ, കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി ഉദ്ദേശിക്കുന്ന എന്താണ്? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ക്യാൻസർ ബോധവൽക്കരണമാണ് അതിനുത്തരമായിട്ട് വരുന്നത്. ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത്? ആരോഗ്യം ആനന്ദം പദ്ധതി. ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാൻസർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇല്ലയെന്നുണ്ട്, നമ്മൾ ആരോഗ്യവതിയാണ് എന്ന് നമുക്കറിയുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാകും. എന്താണ് അത്? ഏത് ടെസ്റ്റ് കഴിയുമ്പോഴാണ്? നമ്മുടെ ബയോപ്സി ടെസ്റ്റ് അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് കഴിയുമ്പോഴാണ് നമുക്കങ്ങനെ തോന്നുന്നതെന്ന് കണക്ട് ചെയ്തിടുക. അപ്പോൾ ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? ആരോഗ്യം ആനന്ദം പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മളെപ്പോഴും പദ്ധതി പഠിക്കുമ്പോൾ ബെനിഫിഷ്യറീസ് ആരാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു വട്ടം PSC ചോദിച്ചൊരു ചോദ്യമാണിത്. അതായത് ഒരു ചോദ്യത്തിൽ തന്നെ 4 പദ്ധതികളും അതിൻ്റെ ബെനിഫിഷ്യറീസുമാണ് കൊടുത്തിരുന്നത്. നോക്കി, ഇതിനകത്ത് 1-2 പദ്ധതികൾ നമ്മൾ നേരത്തെ ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് 1-2 അല്ല, ഇതിനകത്തുള്ള എല്ലാ പദ്ധതികളും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പാറ്റേൺ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടതാണ്. നോക്കി, മന്ദഹാസം പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മന്ദഹാസം പദ്ധതി ആരാണ് ബെനിഫിഷ്യറീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് കൃത്രിമ ദന്തം നൽകുന്ന പദ്ധതിയാണ് ഏത്? മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സമന്വയ പദ്ധതി, അതായത് ആ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതായത് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോയ ട്രാൻസ്ജെൻഡേഴ്സിന് അത് തുടർന്ന് പഠിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമന്വയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആര് വരും? ട്രാൻസ്ജെൻഡേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അഭയകിരണം പദ്ധതി. അഭയകിരണം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ 50 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ വിധവകളായ സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ പരിചരിക്കുന്ന ആൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ C എവിടെ പോകുന്നു? നമ്മുടെ ഫസ്റ്റ് നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. അവരെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഇനി നോക്കി, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇത്രയും ഒരു ചോദ്യം PSC ഇതുപോലെ ചോദിച്ചാൽ ഇത്രയും ചോദ്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 1 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചില്ല, ഒറ്റയടിക്ക് ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യറീസ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ലക്കാണ്. അപ്പോൾ അത് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എപ്പോഴും ബെനിഫിഷ്യറീസിനെ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. ഓക്കെ, അതെ, അടുത്ത പദ്ധതിയും ചോദിച്ചിരിക്കുന്ന ബെനിഫിഷ്യറീസിനെയാണ്. അതായത് ഇത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയാണ്. ബന്ധു ക്ലിനിക്ക് പദ്ധതി എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷനാണ് ഉത്തരം തോന്നുന്നത്. അതായത് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് കറക്റ്റ് ഉത്തരം ഏതാണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ബന്ധു ക്ലിനിക്ക് പദ്ധതി എന്ന് പറയുന്നത്. അപ്പം
എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പദ്ധതിയാണ്, ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പദ്ധതിയാണ് ഏത് ബന്ധു ക്ലിനിക് പദ്ധതി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാറ്റേൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ബെനിഫിഷ്യറീസിനെ പഠിച്ചിരിക്കുക. ഇനി എന്തെങ്കിലും പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ടൊരു റീസൺ ഉള്ള ആൾക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു കാറ്റഗറിയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പം എപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പദ്ധതികളെന്ന് പറയുന്നത്. ഓൾറെഡി നമുക്ക് 2 വീഡിയോസ് ഉണ്ട് ചാനലിൽ, അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഇതും നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പദ്ധതികളാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക്